Good evening, everyone. Welcome to the world of statistics. Today, we discuss balance part of 2018 question paper. Already, നമ്മൾ രണ്ട് പാർട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വീതം. അപ്പൊ അതിൽ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Under this year, the mean braking distance of a Nixon automobile moving at 60 miles per hour was 175 feet. Nixon engineers have developed what they consider a better braking system. They tested the new brake system on a random sample of 64 cars and determined the sample mean braking distance X is 167 feet. And the sigma is already known, that is 32 feet. And we need how many cars should be tested if Nixon wants to be 95% confident of being within 1 foot of the population mean braking distance. അപ്പോൾ ഇത് കുറച്ച് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മീൻസ് കുറച്ചിങ്ങനെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറെ തവണ വായിച്ചു നോക്കുക, മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, ഒരുപാട് സമയം കളയണ്ട. പക്ഷേ ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി സിമ്പിൾ ആക്ച്വലി. അതായത് അണ്ടർ ദിസ് ഇയർ എന്ന് പറയുമ്പോൾ പാസ്റ്റിലുള്ള ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസിന്റെ ആവറേജ് ആണ് 60 മൈൽസ് പെർ അവർ മൂവിംഗ് ഉള്ള ഒരു പഴയ ബ്രേക്കിംഗ്, അതായത് പഴയ ഒരു മീൻ ആവറേജ് ആണ് 175 ഫീറ്റ് എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും അവിടെ ഇല്ല ആക്ച്വലി. ഇനി അവരൊരു പുതിയ ബ്രേക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദേ ഡെവലപ്ഡ് വാട്ട് ദേ കൺസിഡർ എ ന്യൂ ബെറ്റർ ബ്രേക്കിംഗ് സിസ്റ്റം. ദെൻ യൂസിംഗ് 64 കാർസ് they tested the new braking system. Then they found out the new braking system, new average mean of the braking system is 167 feet now. Okay. അപ്പോൾ പഴയ ആവറേജ് മീൻ 175 feet. ദെൻ അവരൊരു ബ്രേക്കിംഗ് സിസ്റ്റം പുതിയത് കൊണ്ടുവന്നു. ഒരു 64 കാർസിനെ ഒരു സാമ്പിൾ ആക്കി എടുത്തോണ്ട്, എന്നിട്ട് അതിന്റെ ഒരു മീൻ ആവറേജ് ഇപ്പൊ കിട്ടിയത് 167 ഫീറ്റ് ആണ്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 32 ഫീറ്റ് ആണ്. അതും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഇസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഇസ് സിഗ്മ. ഇനി ഹൗ മെനി കാർ ഷുഡ് ബി ടെസ്റ്റഡ്, എത്ര കാർ ഇനി ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഇഫ് നിക്ടൺ വാണ്ട്സ് ടു ബി 95% കോൺഫിഡന്റ് ഓഫ് ബീയിങ് വിത്തിൻ 1 ഫൂട്ട് ഓഫ് ദ പോപ്പുലേഷൻ മീൻ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്. ആ പുതിയ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് വെച്ച് ഒരു 95% കോൺഫിഡൻസ് പറയണമെങ്കിൽ എത്ര സാമ്പിൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും? സോ we need to find out small n. എത്ര സാമ്പിൾ സൈസ് വെച്ച് പറയാൻ പറ്റും, അതും 95% കോൺഫിഡൻസിൽ. ഓക്കെ, അതിനവർ പറഞ്ഞിട്ടുള്ള ഒരു മാർജിൻ ഓഫ് എറർ ഉണ്ട് 1 ഫൂട്ട്. അപ്പോ മാർജിൻ ഓഫ് എറർ വരുന്ന സാമ്പിൾ സൈസിന്റെ ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായില്ലേ? അത് ആകെ ഒരെണ്ണേ ഉള്ളൂ. ഒരു കോൺഫിഡന്റ് ലെവൽ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ that is margin of error capital E is equal to Z alpha by 2 into sigma by root n. It's very simple. So അവർ ആ കഥയിൽ പറഞ്ഞിട്ടുള്ള പഴയ മീൻ ആവറേജോ പുതിയ മീൻ ആവറേജോ ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അത് നമ്മളെ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് ഈ എണ്ണ് കണ്ടുപിടിക്കാൻ. അതിൽ സിഗ്മ അവർ എടുത്തു പറയുന്നുണ്ട്, ദാറ്റ് ഇസ് 32 ഫീറ്റ്. ഇനിയൊന്നുമില്ല, ഈ എണ്ണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റൂട്ട് n is equal to sigma z alpha by 2 by capital E. So n is equal to sigma z alpha by 2 by capital E the whole square. ഇനി സിഗ്മ നമുക്കറിയാം 32 ആണ്. z alpha by 2 വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും, 95% ആണ്. പിന്നെ ഓൾറെഡി അവര് എടുത്തിരിക്കുന്ന സാമ്പിൾ സൈസ് ഒരു 64 കാർസ് ആണ്. അപ്പൊ എന്തായാലും ലാർജ് സാമ്പിൾ തന്നെയായിരിക്കും അവര് ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ലാർജ് സാമ്പിൾ ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിലേക്ക് തന്നെ പോവാം. അപ്പൊ സെഡ് ആൽഫ ബൈ 2 എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് നോർമലിന്റെ ടേബിൾ വാല്യൂ ആണ്, ദാറ്റ് ഇസ് 1.96. നമുക്കറിയാം 0.95 കോൺഫിഡൻസിൽ ആൽഫ ബൈ 2വിന് 1.96 ആണ്. സോ 1.96 ബൈ ക്യാപിറ്റൽ ഇ. അത് പറയുന്നുണ്ട് മാർജിൻ ഓഫ് എറർ 1 ഫൂട്ടിലാണ് വേണ്ടത്. സോ ക്യാപിറ്റൽ ഇ 1 ദ ഹോൾ സ്ക്വയർ. ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 3933.2 കിട്ടും.
അപ്പോൾ ഇതാണ് നമ്മുടെ റിക്വയർഡ് സാമ്പിൾ സൈസ് ഫോർ ടെസ്റ്റിംഗ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. ആ ഒരു ന്യൂ ബ്രേക്കിംഗ് സിസ്റ്റത്തിന്റെ ഒരു പരിപാടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തം 39.33.2 കാസ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ആൻസർ നമ്മുടെ ക്വസ്റ്റനിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തായിരിക്കും ചെയ്യാം? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് 1ഓ 2ഓ 3ഓ എത്ര വന്നാലും നമ്മള് മുന്നോട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്ലേസ് കുത്താൻ വേണ്ടിയിട്ട് മുന്നോട്ട് എടുക്കണം. അതായത് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിച്ചു വെച്ചിരിക്കുന്നത് 0.5 മേലെ വന്നാൽ മുന്നോട്ട് റൗണ്ട് ചെയ്യാം, 0.5 താഴെ വന്നാൽ പിറകിലോട്ട് റൗണ്ട് ചെയ്യാം എന്നാണ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ സാമ്പിൾ സൈസിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 3933.2 എന്ന് വെച്ചിട്ട് അതൊരു സാമ്പിൾ സൈസ് ആണ്. നമുക്ക് ആ 0.2 കളയാൻ പറ്റില്ലല്ലോ. അതും ബാക്കിയുള്ള ഒരാളാണ്. അപ്പൊ അവരെ കൂടെ നമുക്ക് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനല്ലേ പറ്റുള്ളൂ. സോ മുന്നോട്ട് റൗണ്ട് ചെയ്യുക. ദാറ്റ് ഇസ് 3934. ഈ ആൻസർ ഉണ്ടല്ലോ, 3934, ഓപ്ഷൻ ബി. കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പക്ഷെ ആവശ്യമില്ലാണ്ട് കൺഫ്യൂസ്ഡ് ആക്കാൻ ഒരുപാട് സാധനങ്ങൾ തന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്നതാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് ചെയ്യുക. സോ ഹൗ മെനി കാർസ് ഷുഡ് ബി ടെസ്റ്റഡ് എന്ന് ചോദിക്കുമ്പോൾ അതും ഇങ്ങനെ ഒരു മാർജിൻ ഓഫ് എറർ ഒക്കെ തന്നിട്ട് 1 foot ഓഫ് മാർജിൻ ഓഫ് എറർ ഒക്കെ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the distribution of salaries for most business is known to be skewed to the right or positively skewed. Which of the following would be the best measure to determine the location of the center of that distribution? അതായത് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്? സാലറീസ് ആണ്. അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ബെസ്റ്റ് മെഷർ ഏതെന്നാണ് ചോദ്യം. വേരിയൻസിനെ പറ്റി നമ്മൾ നോക്കുകയേ വേണ്ട. വേരിയൻസ് നമ്മൾ എടുക്കാറില്ല. ബാക്കിയുള്ള 3 നമ്മൾ നോക്കിയാൽ മതി. മീഡിയൻ, മോഡ്, മീൻ. ഈ ഒരു കേസിൽ സാലറി എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ പറയാ സംഭവങ്ങളൊക്കെ ഓൾട്ടർ ചെയ്യുന്ന ഒരാളാണ് സാലറി. ബിക്കോസ് നമുക്കറിയാം ഓൾമോസ്റ്റ് ഒരു 90% ഓഫ് ആൾക്കാർക്കും നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സ്ഥലത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ഒരു മോഡറേറ്റ് സാലറി ആണുള്ളത്. ഒന്നുകിൽ വളരെ കുറവ് അല്ലെങ്കിൽ ഒരു മീഡിയം, അത് ഏകദേശം ഒരു ഒരേപോലത്തെ സാലറീസുള്ള ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഇടയിൽ വളരെ കുറച്ച് ആൾക്കാർക്കാണ് ഹൈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുക. ശരിയല്ലേ? അതായത് കുറെ ഏകദേശം ഒരേപോലത്തെ ഉള്ള സാലറീസിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു 5 പേർക്കായിരിക്കും ഹൈ സാലറി ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ നമ്മൾ അവിടെ മീൻ ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം? എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യുന്ന ഒരു മെഷറാണ് മീൻ. അപ്പോ ആ ഹൈ സാലറി പോയിന്റുകള് അവിടെ അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോ 25, 28, 31, 31, 33, 41, ദെൻ ഒരു 2 ഹൈ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ മീൻ കണ്ടുപിടിക്കുമ്പോ എന്താ പ്രശ്നം? മീൻ കണ്ടുപിടിക്കുമ്പോ ഏകദേശം ഒരു 57 പോയിന്റ് സംതിങ് വരും. ആൻഡ് മീഡിയനോ ഏകദേശം ഒരു മിഡിൽ വാല്യൂ ഏകദേശം എത്ര വരും? ഒരു 32, ഒരു 31, 32 സംതിങ് വരും. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, ദാറ്റ് ഇസ് 31 വരും. കണ്ടോ, മീഡിയനും മോഡും ഒക്കെ ഏകദേശം ഒരേപോലെ അടുത്ത് വന്നു. പക്ഷെ മീനിന്റെ കുഴപ്പം കണ്ടോ, ഒരുപാട് ദൂരെ ആയി പോയി ഒബ്സർവേഷനുകളിൽ നിന്നും. സോ ആ എക്സ്ട്രീം വാല്യൂസ് അവരെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു 57 or 58 സംതിങ്. ഞാൻ ആക്യുറേറ്റ് ഒന്നും ആയിട്ടല്ല പറഞ്ഞ, വെറുതെ പറഞ്ഞതാണ്. അപ്പൊ ഒരുപാട് ദൂരത്തേട്ട് പോയി മീൻ, അതായത് ആ എക്സ്ട്രീം വാല്യൂസ് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ബെസ്റ്റ് മെഷർ ആയിട്ട് സാലറി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ ചോദിക്കും, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അങ്ങനെയല്ലേ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെഷർ മീൻ ആണെന്നല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഓഫ് കോഴ്സ് ആണ്. പക്ഷെ സാലറി ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയ സ്ഥിതിക്ക് നമുക്കറിയാം. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ അടുത്തൊരു ഉത്തരം കൂടെ നമുക്ക് കിട്ടും. മീൻസ് ഒരു അടുത്തൊരു കാര്യം കൂടെ കിട്ടും. പോസിറ്റീവ്ലി സ്ക്യൂഡ് ആവുമ്പോ മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആയിരിക്കും. പുതിയൊരു സാധനം കൂടെ കിട്ടി. മീൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു 2016 തോന്നുന്നു പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ മീഡിയൻ മോഡ് റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഓർത്ത് വെച്ചോളാം. മീൻ ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് ആണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് നമുക്ക് മീൻ എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ മോഡ് എടുത്താൽ എന്താ കുഴപ്പം?
അത് വളരെ ലോ ആയിട്ടുള്ള ഒരു മെഷറാണ് അല്ലെ. മോസ്റ്റ് റിപ്പീറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മോഡ് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. സോ മീഡിയൻ ആണ് ഇവിടെ ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ ബി മീഡിയൻ ആണ്. അപ്പൊ അത് ഓർത്ത് വയ്ക്കാം. ഇപ്പൊ സാലറി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞു വരുമ്പോൾ മീഡിയൻ ആണ് ബെറ്റർ ആയിട്ടുള്ളൊരു മെഷർ. Third question, to determine if a diet supplement is useful for increasing weight, patients are weighed at the start of the program and end of the program. This is an example of ഏത് ടെസ്റ്റിങ്ങിനുള്ള എക്സാമ്പിൾ ആണത്. അതായത് ഡയറ്റ് സപ്ലിമെന്റിന്റെ യൂസ് ആണ് ഇൻക്രീസിങ് വെയിറ്റ്. അതായത് ഇവർ ഉദ്ദേശിക്കുന്നത് ആഫ്റ്റർ ആൻഡ് ബിഫോർ ഡയറ്റ് ആണ്. ആഫ്റ്റർ ആൻഡ് ബിഫോർ, അതായത് ഒരു സെയിം സാധനത്തിന്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ. സോ ദർ ഇസ് എ ഡിപ്പെൻഡൻസി ആക്ച്വലി, അല്ലെ? അങ്ങനെയൊക്കെ വരുമ്പോ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പേയേർഡ് ടെസ്റ്റ് ആയിരിക്കും. പേയേർഡ് ടെസ്റ്റ് ആയിരിക്കും ഉപയോഗിക്കുക. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അതെന്താ ഇൻഡിപെൻഡന്റ് സാമ്പിൾ എടുക്കാത്ത? നമ്മൾ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ പഠിക്കുമ്പോൾ ഇതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയല്ല വേണ്ടത്. ബാക്കി എന്തുകൊണ്ട് വന്നില്ല എന്നും കൂടെ ആലോചിക്കണം. അപ്പൊ അതെന്താന്നും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. ഇൻഡിപെൻഡന്റ് സാമ്പിൾ വരാത്ത എന്തുകൊണ്ടാ? അവിടെ നമുക്ക് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണം, ഡിപെൻഡൻസി വരാൻ പാടില്ല. വൺ സാമ്പിൾ ടെസ്റ്റ് ഫോർ മീൻ വരാത്ത എന്തുകൊണ്ടാ? അതൊരൊറ്റ ഗ്രൂപ്പ്, ജസ്റ്റ് വെയിറ്റ് അങ്ങനെയൊക്കെ വരികയാണെങ്കിലാണ് അത് ഉപയോഗിക്കുക. ടു സാമ്പിൾ ടെസ്റ്റ് ഫോർ മീൻസ് വരാത്ത എന്താ? അവിടെയും രണ്ട് ഇൻഡിപെൻഡന്റ് സംഭവങ്ങൾ വേണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ആൻഡ് ബിഫോർ, സോ ദാറ്റ് ഇസ് എ ഡിപെൻഡൻസി ആക്ച്വലി. അപ്പോ ഓപ്ഷൻ എ ആണ് ടെസ്റ്റ് ഓഫ് പേയേർഡ് ഡിഫറൻസസ്. ഓർത്ത് വയ്ക്കാം, ടെസ്റ്റ് ഓഫ് പേയേർഡ് ഡിഫറൻസസ്. Okay. Fourth question. According to a recent survey, approximately 25% of all college students work full time. Okay. Appo, that is, there is a 0.25 probability for any given student to work full time. Full time work cheyanulla probability 0.25 ആണ്. ഇത് രണ്ട് വേരിയബിൾ x represent the number of students who work full time in sample of size 10. നമുക്ക് അറിയാവുന്ന കിട്ടിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എടുത്ത് എഴുതാം, എന്നാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പ്രോബബിലിറ്റി ഓഫ് വർക്ക് ഫുൾ ടൈം. ഒരു സ്റ്റുഡന്റ് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി 0.25 ആണ്. ഈ വർക്ക് ഫുൾ ടൈം എന്നുള്ളത് നമ്മളൊരു സക്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് സക്സസിന്റെ പ്രോബബിലിറ്റി ആണെന്ന് പറയാലോ, 0.25. Then here x represent, എന്താ ഇവിടെ x represent ചെയ്യുന്നത്? The number of, എന്താ പറഞ്ഞിരിക്കുന്നത്? The number of students who work full time in samples of size 10. ഒരു 10 സാമ്പിൾ സൈസില് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന number of students work full time. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണമാണ് x. ഇനി ഇത് നമുക്ക് എന്താ വേണ്ടേ? വാട്ട് ഇസ് ദ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എക്സ്? ഇ ഓഫ് എക്സ് വേണം. അപ്പൊ എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏതാന്ന് അറിയണ്ടേ? അറ്റ്ലീസ്റ്റ് അതിന്റെ ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റി എങ്കിലും വേണ്ടേ? 10 എണ്ണത്തിന്റെ പ്രോബബിലിറ്റി നോക്കിയിരിക്കാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏത് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. ഇവിടെ വളരെ സിമ്പിൾ ആണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് വർക്ക് ഫുൾ ടൈം. ഒന്ന്, സാമ്പിൾ സൈസ് ഫൈനൈറ്റ് ആണ്, ആകെ 10 ഉള്ളൂ. രണ്ട് ഔട്ട്കംസേ ഉള്ളൂ. എന്തൊക്കെയാ? ഒന്നുകിൽ വർക്ക് ഫുൾ ടൈം ഓർ നോട്ട്. ഒന്നുകിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം അല്ലെങ്കിൽ അല്ലാണ്ടിരിക്കാം. അപ്പൊ രണ്ട് ഔട്ട്കംസേ ഉള്ളൂ. 3, കോൺസ്റ്റന്റ് പ്രോബബിലിറ്റി ആണ്, പി. അത് എപ്പോഴും ഒരാൾ വർക്ക് ചെയ്യാനുള്ള ഓരോ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് വർക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഇസ് 0.25. ഇൻഡിപെൻഡന്റും ആണ് കാര്യങ്ങളൊക്കെ. ഇത്രയും കണ്ടാൽ തന്നെ നമുക്ക് പറഞ്ഞൂടെ ഇറ്റ് ഇസ് എ ബെർണോളി ട്രയൽ. ഇതൊരു ബെർണോളി ട്രയൽ ആണ്, അതൊരു n ടൈംസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. വളരെ സിമ്പിൾ ആണ്. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് NP, that is 10 into 0.25, that is 25. കറക്റ്റ് അല്ലേ? 2.5. ഓക്കെ, അപ്പോ ഓപ്ഷൻ ഏതാണ് വരാ? ഓപ്ഷൻ ബി. വെരി സിമ്പിൾ.
ചിലപ്പോൾ നമ്മൾ എക്സിന് എത്ര വാല്യൂസ് ഉണ്ട് 1 2 3 10 എന്നിട്ട് അതിന്റെ പ്രോബിലിറ്റി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് എളുപ്പം. ഇനി അതും എളുപ്പമാണ്, എന്നാലും കുറച്ച് ചെയ്യാൻ നമ്മൾ എപ്പോഴും എളുപ്പത്തിൽ നോക്കുക എന്നുള്ളതാണ്. അടുത്ത, സപ്പോസ് വി ആർ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പ്രപ്പോർഷൻസ് അറ്റ് ദ 0.05 level of significance. If the computed set is minus 1.07, what's our decision? ആ null hypothesis reject ചെയ്യണോ, do not reject ചെയ്യണോ, take a large sample, ഒരു ലാർജ് സാമ്പിൾ വീണ്ടും എടുക്കണോ, റിസർവ് ജഡ്ജ്മെന്റ്? ഇതിൽ എന്താണ് വരിക? സെറ്റിന്റെ വാല്യൂ -1.07 എന്ന് തന്നിട്ടുണ്ട്. 0.05% ആണ് ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇസഡ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇസഡ് ആൽഫ ബൈ 2 എന്തായിരിക്കും? 1.96. ശരിയല്ലേ? ഇനി 3 ക്രൈറ്റീരിയ നോക്കിയാലും, അതായത് ഇവിടെ ഇപ്പൊ H0 H1 അങ്ങനെയൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ല. 3 ക്രൈറ്റീരിയ നോക്കിയാലും ഈ സംഭവം വന്നിരിക്കുന്നത് റിജക്ഷൻ റീജിയണിലാണ്. ഇപ്പൊ നമുക്ക് ലാസ്റ്റ് ക്രൈറ്റീരിയ, അതായത് H1 ഒരു നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ മോഡ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു Z alpha by 2. That is 1.07 greater than 1.96. റോങ് ആണ്. സോ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോ അക്സെപ്റ്റ് ചെയ്യണം. ശരിയല്ലേ? അതേപോലെ നിങ്ങൾ മേളിലോട്ടുള്ള 2 സിറ്റുവേഷൻസ് എടുത്ത് നോക്കിക്കോ. രണ്ടിടത്തും ഈ ഏത് ക്രൈറ്റീരിയ നോക്കിയാലും -1.07 1.96 ആണെങ്കിൽ റിജക്ഷൻ റീജിയണിലാണ് വരിക. ഓക്കെ, അപ്പോ എന്ത് വരും? ഡു നോട്ട് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അതായത് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. നമ്മുടെ റിജക്ട് ചെയ്യാനുള്ള ഒരു ആ ഒരു സംഭവം അല്ല അവിടെ ഹോൾഡ് ചെയ്യുന്നത്. സോ അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോ ഡു നോട്ട് റിജക്ട്, പിന്നെ അക്സെപ്റ്റ് എന്ന് നമ്മൾ പറയില്ല ടെസ്റ്റിംഗിൽ. അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് അക്സെപ്റ്റ് ആണെങ്കിൽ കൂടിയും നമ്മൾ ഒരിക്കലും ടെസ്റ്റിംഗ് സ്റ്റാറ്റിസ്റ്റിക്കലി പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് പറയില്ല. അപ്പൊ അതിന് 100% എവിഡൻസ് ഒക്കെ വേണ്ടി വരും. നമ്മൾ എപ്പോഴും ഡു നോട്ട് റിജക്ട് എന്നേ പറയുള്ളൂ. അപ്പോ 3 ക്രൈറ്റീരിയ നോക്കിയാലും സെഡ് ലെസ് ദാൻ ആണെങ്കിലും മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലും സെഡ് ലെസ് ദാൻ മൈനസ് സെഡ് ആൽഫ ബൈ 2 ആണെങ്കിലും ഏത് നോക്കിയാലും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. സോ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റില്ല. H0 is rejected എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. സോ വി ഡു നോട്ട് റിജക്ട്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ വി ഡു നോട്ട് റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി, സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ബി, തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ എ, ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ ബി, അഗെയിൻ ബി. സോ ഇതാണ് ആൻസർ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ പറഞ്ഞത് ക്ലിയർ ആവാനുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.